നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ ആയുർവേദത്തിലെ ത്രിദോഷ സിദ്ധാന്തങ്ങളെക്കുറിച്ചായിരുന്നു നമ്മൾ ചർച്ച ചെയ്തത്. ഒരു വ്യക്തിയെ അയാളുടെ ശരീരഘടന നോക്കി അയാളുടെ സ്വഭാവത്തെക്കുറിച്ച് മനസ്സിലാക്കി വാതപ്രകൃതമാണോ പിത്തമാണോ കഫമാണോ എന്നിങ്ങനെ നോക്കി അയാൾ ഏത് പ്രകൃതക്കാരനാണെന്ന് മനസ്സിലാക്കാം എന്നതിനെക്കുറിച്ചായിരുന്നു. അതിൽ നമ്മൾ പിത്തപ്രകൃതക്കാരനായ ഒരു വ്യക്തിയെ അയാളുടെ ശരീരഘടന മനസ്സിലാക്കി അയാളുടെ സ്വഭാവത്തെ വിലയിരുത്തി എങ്ങനെ തിരിച്ചറിയാം എന്നതായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വീഡിയോ ചെയ്തത്. നിങ്ങളിൽ പല ആളുകളും ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും. അത് കാണാത്ത ആളുകൾക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ഞാനൊരു ലിങ്ക് കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ വാതപ്രകൃതക്കാരനായ ഒരു വ്യക്തിയെ അയാളുടെ ശരീരഘടന നോക്കിയിട്ട് അല്ലെങ്കിൽ അയാളുടെ സ്വഭാവത്തെ മനസ്സിലാക്കി എങ്ങനെ തിരിച്ചറിയാം എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യമായിട്ട് സാധാരണ വാതപ്രകൃതക്കാരായ ആളുകളുടെ ശരീരഘടന എങ്ങനെയാണ്, അതുപോലെ അവരുടെ കോമൺ ആയിട്ടുള്ള സ്വഭാവം എന്താണ് എന്നതിനെക്കുറിച്ച് നമുക്കിനി മനസ്സിലാക്കാം. ആദ്യമായിട്ട് ഇവരുടെ ശരീരഘടന, പൊതുവായിട്ടുള്ള ചില ശരീരഘടന എങ്ങനെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. പൊതുവേ ഇത്തരം ആളുകൾ കറുത്തതും അതല്ലെങ്കിൽ ഇരുണ്ട നിറമുള്ള ആളുകളായിരിക്കും. അതുപോലെ മെലിഞ്ഞ് നീളം കൂടിയ ശരീരപ്രകൃതമുള്ള ആളുകളാണ് പൊതുവേ ഈ വാതപ്രകൃതക്കാരായ ആളുകൾ. മെലിഞ്ഞ നീണ്ട ശരീരമുണ്ടെങ്കിൽ കൂടെ ഇവർ ഏറ്റവും നല്ല ബലമുള്ള ആളുകളും അതുപോലെ ഇവരുടെ പേശിയൊക്കെ ദൃഢതയുള്ളതുമായിരിക്കും. അതുപോലെ തന്നെ ഇവരുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവരുടെ ചെവി, ജനനേന്ദ്രിയം എന്നിവ കറുത്തതായിരിക്കും. ഇതൊക്കെ കോമൺ ആയിട്ട് വാതപ്രകൃതക്കാരായ ആളുകളിൽ കാണുന്ന ചില ലക്ഷണങ്ങളാണ്. അതുപോലെ തന്നെ ഇവരുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നതും ഇവരുടെ കൂടെ നമ്മൾ നടക്കുവാണെങ്കിൽ തന്നെ വളരെ വേഗത്തിൽ കാലുകൾ നീട്ടി വെച്ച് നടക്കുന്ന ആളുകളും, അതുപോലെ ഏത് പ്രവൃത്തി ചെയ്യുവാണെങ്കിലും വളരെ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്തു തീർക്കുന്ന ആളുകളുമായിരിക്കും. അതുപോലെ നല്ല കഠിന അധ്വാനികളായിരിക്കും ഇവർ. ഏത് മേഖലയിലായിക്കോട്ടെ ഇവർ ചെല്ലുന്ന മേഖലയിൽ കഠിനാധ്വാനം ചെയ്യാൻ മടിയില്ലാത്ത ആളുകളാണ് പൊതുവെ ഈ വാതപ്രകൃതക്കാരായ ആളുകൾ. അതുപോലെ തന്നെ ഇവരുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് കൂടുതലും സ്പോർട്സ് താരങ്ങൾ ഈ വാതപ്രകൃതക്കാരായ ആളുകളായിരിക്കും. സ്പോർട്സിലെ ഏറ്റവും ശോഭിക്കുന്ന ആളുകൾ ഈ വാതപ്രകൃതക്കാരായ ആളുകളാണ്. അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ പി.ടി. ഉഷയാണ്. വാതപ്രകൃതക്കാരായ ആളുകളുടെ എല്ലാ ലക്ഷണങ്ങളും തികഞ്ഞ ഒരു ആളാണ് നമ്മുടെ പി.ടി. ഉഷ. അതുപോലെ നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ, ഏറ്റവും കൂടുതൽ കഠിനാധ്വാനം ചെയ്യുന്ന ആളുകളായിരിക്കും ഈ വാതപ്രകൃതക്കാരായ ആൾ. പ്രത്യേകിച്ച് ഇവർ കൃഷി മേഖലയിലാണ് ഇവർ ഏറ്റവും കൂടുതൽ താല്പര്യം അല്ലെങ്കിൽ കഠിനാധ്വാനം ചെയ്യുന്ന ആളുകൾ. ഇവരുടെ സമ്പത്ത് തന്നെ കൂടുതലും മണ്ണിലാണ്. കാരണം മണ്ണിൽ ഇവർ സമ്പത്ത് കുഴിച്ചിട്ടെന്നല്ല, കൂടുതലും കഠിനാധ്വാനം ചെയ്യുന്നത് ഇവർ കൃഷി മേഖലകളിലായിരിക്കും. അതുപോലെ തന്നെ ഇവരുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവർ ഉദ്ദേശിക്കുന്ന കാര്യം അത് പൂർത്തീകരിച്ച് ഇവർ തിരിച്ചു വരുള്ളൂ. ഏത് കാര്യത്തിന് ഇറങ്ങുന്നോ അതിൻ്റെ അവസാനം കണ്ടിട്ട് ഇവർ തിരിച്ചു വരൂ എന്നുള്ളൊരു പ്രത്യേകത ഈ വാതപ്രകൃതക്കാരായ ആളുകളിൽ സാധാരണ കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ കോമൺ ആയിട്ടുള്ള ഒരു ലക്ഷണമാണ് തീരെ തണുപ്പ് സഹിക്കാൻ വയ്യാത്ത ആളുകളായിരിക്കും. ഭക്ഷണമായിക്കോട്ടെ എന്തുമായിക്കോട്ടെ ഇവർ തണുപ്പിനോട് താല്പര്യമില്ലാത്ത ആളുകളായിരിക്കും. ചൂടിന് അല്പം പ്രാധാന്യം കൊടുക്കുന്ന ആളുകളായിരിക്കും. അതുപോലെ തന്നെ ഇവരുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കാലാവസ്ഥയിലും ഇനി തണുപ്പായിക്കോട്ടെ ചൂടായിക്കോട്ടെ ഇവർ പുതപ്പ് ശരീരത്തിൽ ഉപയോഗിക്കുന്ന ആളുകളായിരിക്കും. നമ്മളൊക്കെ ആണെങ്കിൽ സാധാരണ തണുപ്പ് കാലത്ത് മാത്രമേ പുതപ്പ് പുതയ്ക്കാറുള്ളൂ. വേനൽക്കാലം ആകുമ്പോഴേ നമ്മളാരും പുതപ്പ് ഉപയോഗിക്കാറില്ല. പക്ഷേ ഈ വാതപ്രകൃതക്കാരായ ആളുകൾ അങ്ങനെയല്ല. ഈ എത്ര ചൂടാണെങ്കിൽ കൂടെ ഇവർ കാലിലെങ്കിലും അല്പം പുതപ്പ് വേണമെന്ന് വാശിയുള്ള നിർബന്ധമുള്ള ആളുകളായിരിക്കും പൊതുവേ ഈ വാതപ്രകൃതക്കാരായ ആളുകൾ. അതുപോലെ ഇവരുടെ മറ്റൊരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർ കൂടുതലും ഈശ്വര വിശ്വാസികളായിരിക്കും, ദൈവവിശ്വാസികളായിരിക്കും പൊതുവെ ഈ വാതപ്രകൃതക്കാരായ ആളുകൾ. അതുപോലെ തന്നെ കൂടുതൽ പ്രാർത്ഥിക്കുക, കൂടുതൽ ദൈവത്തോട് അടുക്കുന്ന ഒരു പ്രകൃതമുള്ള ആളുകളാണ് പൊതുവെ ഈ വാതപ്രകൃതക്കാരായ ആളുകൾ. പൊതുവെ കൂടുതൽ ക്ഷമിക്കുന്ന ആളുകളായിരിക്കും. നമ്മൾ കഴിഞ്ഞ ദിവസം പിത്തപ്രകൃതക്കാരായ ആളുകളെക്കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ. പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു പ്രകൃതമുള്ള ആളുകളാണ് ഈ പിത്തപ്രകൃതക്കാരായ ആളുകൾ. എന്നാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഈ വാതപ്രകൃതക്കാരായ ആളുകൾ. അവർക്ക് വലിയ ക്ഷമയുള്ള ആളുകളാണ്. അതുപോലെ തന്നെ ഇവർ കൂടുതൽ ചൂടിനെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് നമ്മൾ പറഞ്ഞല്ലോ. ഭക്ഷണമായിക്കോട്ടെ വെള്ളമായിക്കോട്ടെ ഇവർ കൂടുതൽ ചൂടിനെ ഇഷ്ടമുള്ള ആളുകളാണ്. അതുപോലെ തന്നെ കൂടുതൽ പുകവലിക്കാരും ഈ വാതപ്രകൃതക്കാരായ ആളുകളാണ്. എന്നാൽ പിത്തപ്രകൃതക്കാരായ ആളുകളെ നോക്കുമ്പോൾ പൊതുവേ
ഇവർ പിത്തപ്രകൃതക്കാരെക്കാളും കുറച്ചായിരിക്കും ഇവർ വീടി വലിക്കുന്നത്. കാരണം ഈ പിത്തപ്രകൃതക്കാരായ ആളുകൾ ചെയിൻ സ്മോക്കർ വരെ ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ ഇവരങ്ങനെയല്ല. ഇവർ വല്ലപ്പോഴും ഒരു വീടി വലിക്കുന്ന അല്ലെങ്കിൽ അതിനോട് താല്പര്യമുള്ള ആളുകളാണ് പൊതുവെ ഈ വാദപ്രകൃതക്കാരായ ആളുകൾ. അതുപോലെ തന്നെ ഇവരുടെ സൗണ്ടിൻ്റെ ഒരു പ്രത്യേകത, ഇവരുടെ സൗണ്ട് മനസ്സിലാക്കി നമുക്ക് ഇവരെ തിരിച്ചറിയാൻ സാധിക്കും. സൗണ്ടിന് ഭയങ്കര ബാസായിരിക്കും, ഭയങ്കര മുഴക്കമുള്ള ഒരു ശബ്ദമായിരിക്കും ഈ വാദപ്രകൃതക്കാരായ ആളുകളുടെ. അതുപോലെ തന്നെ വളരെ സഹായം ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ, ഒരു സഹായ മനസ്കതയുള്ള ആളുകളായിരിക്കും പൊതുവേ ഈ വാദപ്രകൃതക്കാരായ ആളുകൾ. അതുപോലെ തന്നെ ഇവരുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർ ഏതെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി മാറ്റി വച്ചേക്കുന്ന തുക, അത് എത്ര പ്രശ്നം വന്നാലും എത്ര ബുദ്ധിമുട്ട് വന്നാലും ആ ഒരു കാര്യത്തിനല്ലാതെ ഇവർ ചിലവഴിക്കുന്ന ആളുകളായിരിക്കില്ല. എന്നാൽ നമ്മൾ ഈ പിത്തപ്രകൃതക്കാരായ ആളുകളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം മനസ്സിലാക്കി, ഇതിന് നേരെ വിപരീതമാണ് അവർ. അവരുടെ എത്ര വലിയ ആവശ്യത്തിന് വെച്ചേക്കുന്ന പൈസയാണെങ്കിലും ഒരു വ്യക്തി വന്ന് അവരോട് കരഞ്ഞ് അവരുടെ സങ്കടം പറഞ്ഞു കഴിഞ്ഞാൽ ആ പൈസയും മുന്നും പിന്നും നോക്കാതെ എടുത്തു കൊടുക്കുന്ന ഒരു പ്രകൃതക്കാരാണ് ഈ പിത്തപ്രകൃതക്കാരായ ആളുകൾ. എന്നാൽ അതിന് നേരെ ഓപ്പോസിറ്റാണ് ഈ വാദപ്രകൃതക്കാരായ ആളുകൾ. വളരെ സഹായിക്കാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ കൂടെ അവരുടെ ആ പണം ആ ഒരു കാര്യത്തിനു വേണ്ടി മാത്രം ചെലവഴിക്കുന്ന ആളുകളാണ്. അതുപോലെ തന്നെ മക്കളെ നല്ല അച്ചടക്കത്തിലും ശിക്ഷണത്തിലും വളർത്തിക്കൊണ്ടുവരുന്ന ഒരു ആളുകളാണ് പൊതുവെ ഈ വാദപ്രകൃതക്കാരായ ആളുകൾ. അതുപോലെ തന്നെ ഇവരുടെ ശരീരത്തിലെ വാദത്തിൻ്റെ ഏറ്റവും പീക്ക് പോയിൻ്റ് അല്ലെങ്കിൽ പീക്ക് ടൈം എന്ന് പറയുന്നത് 2 മണി, ഉച്ച കഴിഞ്ഞ് 2 മുതൽ 6 മണി വരെ സമയം വരെയാണ്. അതിൽ ഏറ്റവും കൂടുതൽ പീക്ക് പോയിന്റിൽ നിൽക്കുന്ന സമയമാണ് 2 മുതൽ 4 മണി വരെയുള്ള സമയങ്ങളിൽ. ഈ സമയത്തായിരിക്കും ഏറ്റവും കൂടുതൽ ഇവരുടെ ശരീരം ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ടൈം. ഇനി കോമൺ ആയിട്ട് ഈ വാദപ്രകൃതക്കാരായ ആളുകൾ കണ്ടുവരുന്ന ചില രോഗങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. പൊതുവെ ഇത്തരം ആളുകൾക്ക് ജോയിൻറ്റ് സംബന്ധമായ വേദനയും പെയിനൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് മുട്ടിനൊക്കെ തേയ്മാനവും വേദനയും അതുപോലെ ഊരസംബന്ധമായ വേദനകൾ കൂടുതലായിട്ട് കണ്ടുവരുന്ന ആളുകളാണ് ഈ വാദപ്രകൃതക്കാരായ ആളുകൾ. അതുപോലെ തന്നെ വായിൽ ഈ അൾസറിൻ്റെതായ സാന്നിധ്യം ഉണ്ടാവും. അതുപോലെ തന്നെ പൈൽ സംബന്ധമായ ബുദ്ധിമുട്ടുകളൊക്കെ ഇത്തരം ആളുകളിൽ കണ്ടുവരാറുണ്ട്. അതുപോലെ തന്നെ ത്വക്ക് രോഗങ്ങൾ, നാഡി സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ കൂടുതലായിട്ടും ഇത്തരം വാദപ്രകൃതക്കാരായ ആളുകളിലാണ് കണ്ടുവരുന്നത്. അപ്പം എല്ലാ ആളുകൾക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമ്മൾ കഫപ്രകൃതക്കാരായ ആളുകളെ എങ്ങനെ തിരിച്ചറിയാം എന്നതിനെക്കുറിച്ചാണ്. വീണ്ടും നമ്മൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.